ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 81-ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമക്കുണ്ടാവുന്ന മാനസികമായ വികാസം, സന്തോഷം, ആശ്വാസം, അതിനാണ് ബസ്ത് എന്ന് പറയുന്നത്. അതുപോലെ മാനസികമായ ഇടുക്കം, പ്രയാസം, അതിനാണ് കബൽ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമയെ എപ്പോഴും ബസ്തിൽ നിർത്തൂല. കാരണം ബസ്തിൽ നിർത്തൂല എന്നാണ് പറഞ്ഞത്. കാരണം കബൽ അറിയാൻ വേണ്ടി. ചിലപ്പോൾ എപ്പോഴും കബൽ നിർത്തൂല, കാരണം ബസ്സിലേക്ക് എത്താൻ വേണ്ടി. ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിലും അള്ളാഹുവിന്റെ അടിമ എത്തും. ഇത് രണ്ടുണ്ടാവുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, അള്ളാഹുവിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയ ആളുകൾ, ചിന്തിച്ച ആളുകൾ, അവരൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന സംഗതി എതിനെയാണ്? കബലിനേക്കാൾ ബസ്തിനെയാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്, തേടുന്നത്, സാധാരണ ആളുകളൊക്കെ തേടുന്നപ്പോഴും സമാധാനം, സന്തോഷം അവസ്ഥ അല്ലെ, സന്തോഷം എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടി അള്ളാഹുവിനെ തിരിഞ്ഞ ആളുകളാണെങ്കിൽ അവര് സന്തോഷം ഉണ്ടാകണമെന്ന്, സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യത്തെയാണ്, സങ്കടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത്. അതാണ് ഇനി അടുത്ത ഹിക്മത്തിൽ പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ് എന്നുള്ള ആ രണ്ട് ഹിക്മത്തോടുകൂടി ഇത് വിഷയം തീരുമാനവും. അതാണ് പറയുന്നത്, അൽ ആരിഫൂന ഇദാ ബുസിതു അഖ്വഫ മിൻഹും ഇദാ ഖുബിലു വലാ യഖിഫു അലാ ഹുദൂദിൽ അദബി ഫിൽ ബസ്തി ഇല്ലാ ഖലീൽ. അള്ളാഹുവിന്റെ അടിമകളിൽ പല രീതിയിലുണ്ട്. ആരിഫ്യങ്ങളുണ്ട്, സൂഫിയാക്കൾ അതിനെ പല രീതിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാസിലീങ്ങളുണ്ട്, അതുപോലെ തന്നെ സായിരീങ്ങളുണ്ട്. സായിരീങ്ങൾ, ഇങ്ങനെ 3 രീതിയിൽ അള്ളാഹുവിന്റെ അടിമകളെ കാണാൻ കഴിയും. സായിരീങ്ങൾ പറഞ്ഞാല് അള്ളാഹുവിലേക്ക് ഇങ്ങനെ സാമീപ്യം തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തീവ്രമായി പരിശ്രമിച്ചിട്ട് ആ മാർഗത്തിൽ ഇസ്തിഖാമത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആര്? സായിറ. ശരിക്കും യാത്ര പോയിക്കൊണ്ടിരിക്കുന്നവരെന്നാണ്. ആരിഫ്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റിയിലേക്ക് ഒരടിമ എത്തുമ്പോൾ അയാൾ ആരോ ആരിഫ. അപ്പൊ എന്തു വന്നാലും അതിന്റെ യാഥാർത്ഥ്യം, ഏതിന്റെ യാഥാർത്ഥ്യത്തിന്റെ ബാഹ്യമല്ല നോക്കുക, ഉള്ള നോക്കുക. ഏത് വിഷയം വന്നാലും അതിന്റെ ഉള്ള് അള്ളാഹുമായി കണക്ട് ചെയ്തിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സിനെ എത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന, ആ അവസ്ഥ കൊണ്ട് മനസ്സിനെ അതിനെ സമീപിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ളവരാണ് ആര്? ആരിഫ്യങ്ങൾ. എന്നാലും പരിപൂർണമായി എന്നുമല്ല, എന്നും അതേ അവസ്ഥയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ചിലപ്പോൾ ആരിഫ്യങ്ങൾക്കും ഉണ്ടാവും. ഇതൊരു സാങ്കേതികമായ പ്രയോഗം കേട്ടോ. സായിര്യങ്ങൾ എന്ന ഈ വിഷയത്തിലേക്ക് എത്താൻ ശ്രമിച്ച് പണിയെടുക്കുന്ന ആളുകളാണ്. ആരിഫ്യങ്ങൾ പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ ഉള്ളിലെത്തിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളുടെ നിജസ്ഥിതി ഉള്ളിലേക്ക് അറിഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ്. വാസിലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ എന്നും ആ റൂട്ടിൽ നിൽക്കാൻ കഴിയുള്ളവരാണ്. അതാണ് മുസ്തഖീം, ഇസ്തിഖാമത്ത്. എന്നും ആ അവസ്ഥയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവരാണ് ആര്? ഉസൂൽ പറഞ്ഞ അള്ളാഹുവിലേക്ക് ചേരുക എന്നാണ്, മാനസികമായി അള്ളാഹുവിലേക്ക് അലിഞ്ഞു ചേരുക എന്നാണ് മഹാന്മാർ പറയുന്നത്. അപ്പോ സാധാരണക്കാരെക്കാളും ഒന്നുകൂടി മനസ്സിലാക്കിയവരാണ് ആരിഫ്യങ്ങൾ. ഈ ആരിഫ്യങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അൽ ആരിഫൂന, അപ്പൊ അള്ളാഹുവിന്റെ കാര്യങ്ങളുടെ നിജസ്ഥിതി, കാര്യങ്ങളുടെ അർത്ഥം, അതിന്റെ ആന്തരികം മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ അടിമകൾ. ഇദാ ബുസിത്തു, അവർക്ക് സന്തോഷം എന്നാൽ അഖ്വഫു മിൻഹും, അവർ അങ്ങേയറ്റം പേടിക്കും. ഏതിനേക്കാൾ? ഇദാ ഖുബിലു, സങ്കടം വരുന്നതിനേക്കാൾ. അതിന് കാരണം എന്താ? വലാ യഖിഫു അലാ ഹുദൂദിൽ അദബി, അതായത്
ഫിൽ ബസ്തി, സന്തോഷത്തിന്റെ മര്യാദകളിൽ അതിർവരമ്പുകളിൽ നിന്നവരില്ല, അല്ലെങ്കിൽ നിൽക്കുകയില്ല. എല്ലാ കലീലും, വളരെ കുറഞ്ഞ ആളുകൾ അല്ലാതെ. എന്നുവെച്ചാല് സന്തോഷം വന്നു കഴിഞ്ഞാല് ആ സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവർ വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം സന്തോഷം നമ്മളെന്ത് ചെയ്യും അതിങ്ങനെ, ഈ ദുഃഖത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ദുഃഖത്തിന് നമുക്ക് എന്തുണ്ടാവില്ല. ദുഃഖം എന്ന് പറഞ്ഞ സംഗതി ശരിക്കും അള്ളാഹുവിന്റെ അടിമക്ക് എപ്പോഴും വേണ്ട അടക്കാണ്, ഒതുക്കാണ്, അതബാണ്. അതബിൽപ്പെട്ടതാണ് അടങ്ങി നിൽക്കുക, ഒതുങ്ങി നിൽക്കുക, പിന്നെ പരിധി വിടാതെ നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന സാഹചര്യമാണ് ഏത്? കബൂലിന്റെ സാഹചര്യം, ദുഃഖത്തിന്റെ സാഹചര്യം. ദുഃഖത്തിന്റെ സാഹചര്യം നമ്മൾ ആരൊന്നില്ല, ചാടിക്കൂലല്ലോ. ഓൻ എന്തിനങ്ങനെ ആർമാദിച്ചെടുക്കണെന്ന് വെച്ച് നമ്മൾ പറയുമോ? ഓന് ഭയങ്കര മാനസികമായ ദുഃഖത്തിലാണെന്ന് പറയുമോ? ഇല്ലല്ലോ. കാരണം എന്താണ്? ദുഃഖം ഉണ്ടാവുമ്പോൾ അവരൊന്നില്ല അങ്ങനെ ആഹ്ലാദിച്ച് കണ്ട് ചാടിക്കളിച്ച് കൊടുക്കുമോ? ഇല്ല. ദുഃഖം ഓട്ടോമാറ്റിക്കലി ഞാൻ മൂലക്കല്ലിരുത്തും. നമ്മൾ ചോദിക്കില്ലേ, എന്താ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്? എനിക്കൊന്നുമില്ല, എന്തോ ഒരു മാനസികമായ പ്രയാസമുണ്ട്, അമ്മയുണ്ട്, അതുകൊണ്ട് ഇതിനൊരു മൂടില്ല എന്ന് പറയാറുണ്ട്. എന്താ? അടിമക്ക് എപ്പോഴും വേണ്ടത് ഒതുക്കവും അടക്കമാണ്. അത് ഓട്ടോമാറ്റിക്കലി ആയി കിട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ദുഃഖത്തിൽ. സന്തോഷത്തിൽ എന്താ ഉണ്ടാവുക? അത് ഇതേ അവസ്ഥ. സന്തോഷം ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് റബ്ബിനെ സ്തുതിച്ച് അതിൽ പരിധി വിടാതെ, അതിൽ അതബ്. സന്തോഷത്തിലുണ്ടെങ്കിൽ നമ്മൾ പരിധി, സന്തോഷം ഓവറായിട്ട് കിട്ടി വന്നാൽ ചിലപ്പോൾ ചില വാക്കുകൾ പറയാം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത, ചില പ്രവർത്തനങ്ങൾ എടുക്കാം, ചിലപ്പോൾ ചില മാനസികമായ തോന്നൽ, അഹങ്കാരങ്ങൾ വരാം, ഇങ്ങനെ പലതും വരാം. അപ്പൊ സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് എന്താണ്? നല്ല പ്രയാസം. ദുഃഖത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര പണിയില്ല. ദുഃഖത്തിൽ പിന്നെ നിരാശ വരാതെ നമ്മൾ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലെങ്കിലും നമുക്ക് എന്താണ്, ആരും സമാധാനിപ്പിച്ചില്ലെങ്കിൽ ദുഃഖത്തില് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റബ്ബിന്റെ മാർഗത്തെ കണക്ട് ചെയ്തുകൊണ്ട് ദുഃഖിക്കാം, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കണം, അല്ലേ? അല്ലെങ്കിലും മാനസിക പ്രയാസം എന്ത് ചെയ്യണം? നമ്മൾ തന്നെ എന്ത് ചെയ്യണം? സഹിക്കണം. അപ്പൊ അത് അള്ളാഹു താല തന്ന പരീക്ഷണം. അള്ളാഹു താല എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും എന്ന് ചിന്തിക്കുമ്പോൾ അത് ഈ ഭാഗത്താക്കി മാറ്റാം. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ സഹിച്ചു നിൽക്കണം. അപ്പൊ എന്താണ് ഈ പണിയോടെ എടുക്കുന്നത്? ഈ പണിയോടെ നടക്കുന്നത്. പക്ഷെ സന്തോഷത്തിൽ അങ്ങനെയല്ല. സന്തോഷത്തിന് എന്താണ്? ബസ്തിന്റെ സമയത്ത് ചിലപ്പോ എന്താണ്, എല്ലാവർക്കും അത് ഓരോ മേഖലയിലും മനുഷ്യന്മാര് പരിധി വിടാൻ ചാൻസ് ഉണ്ട്. അത് ആരിഫ്യങ്ങൾ പരിധി വിടാൻ ചാൻസ് ഉണ്ട്. അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ കുറെ അനുഭവങ്ങളും സന്തോഷങ്ങളും അവർക്ക് കൊടുത്താൽ തന്നെ അവരും ചിലപ്പോ എന്ത് ചെയ്യും? അതിൽ ചിലപ്പോ ആഹ്ലാദിക്കും. അപ്പൊ ആഹ്ലാദിച്ച പഠിച്ചോ എന്ത് ചെയ്യും? ആ ആഹ്ലാദം കൊണ്ട് എന്താണ്? അള്ളാഹുവിലേക്കുള്ള വളർച്ച നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർക്ക് വീണ്ടും എന്ത് ചെയ്യും? ഖബൂൽ അള്ളാഹു തആല കൊടുക്കും. അപ്പൊ ബസ്റ്റില് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഖബൂൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എപ്പോഴും സന്തോഷവാനായിരിക്കാനാണ് പറയുന്നത്. പക്ഷെ സന്തോഷത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, നമുക്ക് എപ്പോഴും ആശ്വാസവും റിലാക്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഓരോന്ന് കാണാനും ഓരോന്ന് കേൾക്കാനും അവിടെ പോയിരുന്ന് വർത്താനം പറയാനും, അല്ലേ, വെടി പറഞ്ഞിരിക്കാനൊക്കെ തോന്നുന്നത്. മര്യാദക്ക് പഠിച്ചാൽ കുറച്ച് സമയം ഫ്രീ തരാണെങ്കിൽ, ആശ്വാസം തരാണെങ്കിൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂല? അള്ളാഹു തആല കുറച്ച് സമയം നമുക്ക് ആശ്വാസവും റിലാക്സും തന്നാല് നമ്മൾ എന്തെങ്കിലും പണി, പിന്നെ പഠിച്ചോല്ലാത്ത കുറെ, പഠിച്ചോന് ഇഷ്ടപ്പെടാത്ത കുറെ പണികൾ തേടിയെടുക്കലായിരിക്കും വരെ പണി, നമ്മള് പണി. അള്ളാഹു തആല കുറച്ച് ആശ്വാസവും റിലാക്സും ഫ്രീ ഒക്കെ തന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അപ്പൊ നമുക്ക് ഇഷ്ടം ഇപ്പൊ ഏറ്റവും വലുതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതിപ്പോ കാണാനും സ്ക്രോൾ ചെയ്യാനും യൂട്യൂബ് കാണാനും ഫേസ്ബുക്ക് കാണാനും ഇതിന് നല്ലോ ഭയങ്കര റിലാക്സ് ഉണ്ട്. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ കാണാനേക്കാരും നമുക്ക് എന്തുണ്ടാവുക തോന്നുക. നേരെ പക്ഷെ പഠിച്ചവങ്ങൾക്ക് നല്ല ദുഃഖവും ടെൻഷനും തന്നു നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കോ? ഇല്ല, അതിന് നമ്മളെ കിട്ടൂല. കാരണം എന്താ? പഠിച്ചോനെ എനിക്ക് ഇത് നേരം ഉണ്ടാവോ? ഇപ്പൊ മനുഷ്യന് സമയം അതേമാതിരിയുള്ള കളിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഉദാഹരണം പറയാന്നുള്ളൂ.
ഇപ്പൊ ആളുകൾ സമയം കളയുന്ന ഒരു സംഗതിയാണ് ഈ റീൽസ്, സോഷ്യൽ മീഡിയകള്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വെറുതെ ഇങ്ങനെ സമയം കളി. എന്താ മനസ്സിൽ നല്ല ആശ്വാസം, സമാധാനം പഠിച്ചോ തന്നതാണ്. അപ്പൊ അത് ഇങ്ങനെ കളയാ. നേരെ മറിച്ചോ പഠിച്ചോ കാര്യങ്ങളെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഓർക്കാൻ നിങ്ങൾക്ക് മൂടുണ്ടാവില്ല, വാട്സപ്പ് ഓർക്കാനും മൂടുണ്ടാവില്ല, ഒരു പാട്ട് കേൾക്കാനും മൂടുണ്ടാവില്ല, വീഡിയോ കാണാനും മൂടുണ്ടാവില്ല. അതിനൊന്നും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. കാരണം എന്താ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വെച്ചിട്ട് നമ്മക്ക് കേട്ടോ, നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താ? സമാധാനമാണ്. അതിവിളൊന്നും സമാധാനം ഞാൻ അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്നാ സമാധാനം കിട്ടിയാലോ ഫുള്ള് പോകുന്നതിലേക്കാണ്, സമാധാനം ഇല്ലാത്ത പരിപാടിയിലേക്കാണ്. ഇതാണ് മനുഷ്യന്റെ വിരോധാഭാസം. സമാധാനം കിട്ടിയാ പോകുന്നത് സമാധാനം കിട്ടാത്തോടത്തേക്കാണ്. എന്നാ സമാധാനം ഇല്ലാത്ത സമയത്തോ അതിമപ്പോയുള്ള സമാധാനം പോകുന്ന ആർക്കറിയാം? മനുഷ്യനറിയാം. അപ്പൊ സമാധാനാണ് സമാധാനത്തെ കേടെടുത്താന്ന് മനസ്സിലാക്കിയവരാണ് ആര്? അപ്പൊ അവരെന്ത് ചെയ്യും? സന്തോഷം വന്നാല്, ആശ്വാസം വന്നാൽ, റിലാക്സ് വന്നാല് അവര് നല്ലോ പഠിച്ചോനെ ശുക്ർ ചെയ്യും. അങ്ങനെ ചെയ്ത് നോക്കേണ്ടി നിങ്ങള്. അങ്ങനെ നമ്മൾ ചെയ്തു നോക്കി. അപ്പോഴാണ് നമുക്ക് വൻ വിജയത്തിലേക്ക് എത്താൻ കഴിയുക. അതിന് മനുഷ്യൻ സമയം കൊടുക്കണില്ല. സന്തോഷം വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അള്ളാഹുവിനെ ദിക്ർ ചെല്ലാനും ഇബാദത്ത് എടുക്കാനും മൂടോട്ടോമ്പോഴാണ് മനുഷ്യത്തിനൊക്കെ തോന്നുന്നത് എന്നർത്ഥം. സന്തോഷമുള്ള സമയത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനും അള്ളാഹുവിനെ ശുക്ർ കാണിക്കാനും പടച്ചോന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാനും അത് ആലോചിച്ച് റബ്ബിന് തന്ന അനുഗ്രഹങ്ങൾ കുടുംബത്തോടും മക്കളോടൊക്കെ പറഞ്ഞ് കണ്ണ് നിറക്കാനും ഇതിങ്ങനെ നിലനിർത്താൻ മുന്നോട്ട് പോകണം, അള്ളാഹു തആല തന്ന അനുഗ്രഹമാണ്, നമ്മളത് കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് റബ്ബിന്റെ കൂടെ മെനക്കെട്ട് പൊടിച്ചുകൂടി നിൽക്കാൻ ശ്രമിക്കുന്നവർ വളരെ കുറവാണ്. അപ്പൊ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ തിരിഞ്ഞവർ, അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ ദുഃഖത്തിനേക്കാൾ പേടിച്ചിരുന്ന ഏനെയാണ് സന്തോഷത്തിന്. അതായത് ദുഃഖിതൻ ദുഃഖത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടോ അതേപോലെ ബസ്തുള്ള ആളുകൾ ബസ്തിനെ കൈകാര്യം ചെയ്യുന്നു. ഇതാണ് ഈ പറഞ്ഞ ഹിക്മത്തിന്റെ ചുരുക്കം എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇവിടെയൊക്കെയുള്ള പ്രശ്നതാണ്. അപ്പോ ഇതുകൊണ്ടാണ് ആരിഫീങ്ങളായ ആളുകൾ ബസ്തിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ കാരണം. അതാണ് നമ്മൾ പറഞ്ഞ ഹിക്മത്ത്. അൽ-ആരിഫൂന, ആരിഫീങ്ങളായ ആളുകൾ ഇദാ ബുസിത്തു, അവർക്ക് സന്തോഷം വന്നാൽ അഖൂഫ മിൻഹും, അവരെ അങ്ങേയറ്റം പേടിക്കും. ഇദാ ഖുബിലു, ഏതിനെ പോലെ കബുൽ വരുന്നതിനേക്കാളും. വലാ യഖിഫു അലാ ഹുദൂദിൽ അദബി ഫിൽ ബസ്തി ഇല്ലാ ഖലീലും. കാരണം എന്താണ്? ബസ്തിൽ അതബോടെ നിലനിൽക്കുന്നവർ വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെ? ബസ്തി പറഞ്ഞാൽ എന്താണ്? ഒരു തിളക്കണ അടുപ്പത്ത് വെച്ച പാത്രം പോലെയാണ്. അതിങ്ങനെ തിളച്ചു നോക്കുമ്പോ എന്ത് ചെയ്യണം? അടിയിൽ തീ കുറക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് പോകും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹൃദയത്തില് സന്തോഷം ഇങ്ങനെ കെട്ടി വെക്കുമ്പോ അടിയിൽ എന്ത് ചെയ്യണം? അതിങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? പിന്നെ അതവ് പോകും. അതിനുള്ള കാരണം കൂടിയാണ് അടുത്ത ഹിക്മത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തും. നോക്കാം, 82ാമത്തെ ഹിക്മത്ത് അൽ ബസ്തു. അതിന്റെ കാരണം എന്താ? അൽ ബസ്തു തഖുദു നഫ്സു മിൻഹു അല്ലാഹ് ബിവുജൂദിൽ ഫറഹി വൽ ഖബ്ദുല്ലാഹ് അല്ലാഹ് ലിന്നഫ്സി ഫീഹി. ബസ്തു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ശരീരം എന്ത് ചെയ്യും? ബസ്തുള്ള സമയത്ത് അതിന്റെ റോൾ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ആത്മാവിൽ ഇടപെടും. എന്നാൽ വൽ ഖബ്ദുല്ലാഹ് അല്ലാഹ് ലിന്നഫ്സി ഫീഹി, ഖബ്ദിൽ എന്തില്ല? ശരീരത്തിന് നഫ്സിന് ഒരു റോളും ഇല്ല. അപ്പോ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ശരീരം എന്ത് ചെയ്യും? നമ്മളെ നഫ്സ് എന്ത് ചെയ്യും? അതിൽ ഇടപെടാനുള്ള പണി നന്നായി എടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് നഫ്സ് വേഗം സജീവമാവുന്ന സമയമാണ് ഏത്? സന്തോഷത്തിന്റെ. അതിന്റെ കാരണമാണ് ഈ ഹിക്മത്തിൽ പറഞ്ഞത്. അതേസമയത്ത് ബസ്തിൽ എന്തുണ്ടാവില്ല? ബസ്തിലെ അവസ്ഥ പറഞ്ഞത്, ബസ്തിൽ നഫ്സിന് നഫ്സ് വേഗം ഇടപെടാൻ നോക്കും. എന്നാൽ കബ്ദിൽ എന്തുണ്ടാവില്ല? നഫ്സിന് വല്ലാതെ ഇടപെടാനുണ്ടാവില്ല. കബ്ദിൽ നഫ്സിന് മൂലക്കലായിരിക്കും, ബസ്തിൽ നഫ്സ് സജീവം. അപ്പൊ നഫ്സിന്റെ സജീവമാകുമ്പോ ആത്മാവ് എന്ത് ചെയ്യും? അവിടെ പരാജയപ്പെടും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് നഫ്സിന് എന്താണ്? മൂത്തു കബല എൻ തമൂത്തു എന്നാണ്. മരിക്കണതിന് മുമ്പ് നിങ്ങളൊന്ന് മരിക്കണം എന്നാണ്. മരിക്കണ നമ്മള് മരിക്കാതെ എന്താ? നഫ്സ് എപ്പോഴും ഹയാത്താവുന്നു, അവിടെ ആത്മാവ് എന്ത് ചെയ്യും? മരണപ്പെടും. ആത്മാവ് ഹയാത്താവുന്നിടത്ത് നഫ്സ് എന്തുണ്ടാവില്ല? വലിയ ഹയാത്ത്
ഉണ്ടാവില്ല. അപ്പോ നഫ്സ്, അതാണ് മഹാന്മാർ പറഞ്ഞത്, മരിക്കണതിന് മുമ്പ് മരിക്കാന്ന് പറഞ്ഞാൽ എന്താ? നഫ്സിനെ നീ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ മരണത്തിലേക്ക് എന്തുണ്ടാവില്ല, യഥാർത്ഥ മരണം മരിക്കുന്നതിന് മുമ്പ് തന്നെ നഫ്സിനെ എന്ത് ചെയ്യണം, നീ കീഴ്പ്പെടുത്തണം എന്നുള്ളതാണ് മഹാന്മാർ പറയുന്നത്. അപ്പൊ നഫ്സ് മരണപ്പെട്ടാലേ ആത്മാവ് ഹയാത്താവുള്ളൂ. നഫ്സ് എവിടെ പരാജയപ്പെടുന്നു അവിടെ ആത്മാവ് ഹയാത്താവും. നഫ്സ് എവിടെ വിജയിക്കുന്നു അവിടെ ആത്മാവ് പരാജയപ്പെടും. അപ്പോ നഫ്സ് എപ്പോഴും വിജയിക്കുന്ന സാഹചര്യമാണ് ഏത്? ബസ്തിന്റെ സാഹചര്യം. അപ്പൊ ബസ്തിന്റെ സാഹചര്യത്തിൽ നഫ്സ് വിജയിക്കുമ്പോൾ അവിടെ ആത്മാവിന് എന്ത് ചെയ്യും? പരാജയം സംഭവിക്കും. നേരെ മറിച്ച് കബദിന്റെ സാഹചര്യത്തിൽ നഫ്സ് എന്താവൂല, നഫ്സ് വല്ലാതെ വിജയിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ആത്മാവിന് വിജയിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയവരാണ് ആര്? ആരിഫീങ്ങളായ ആളുകൾ. ഇതിന്റെ യാഥാർത്ഥ്യം ഇത് തിരിച്ചറിഞ്ഞവരാണ് ബുദ്ധിമാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇഷ്ടദാസന്മാർ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവര് സന്തോഷം വരുമ്പോൾ വളരെയധികം ജാഗ്രതയിലും വളരെയധികം കെയർഫുൾ ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അവർ സന്തോഷത്തിനെയാണ് സങ്കടത്തിനേക്കാൾ അവര് പേടിച്ചിരിക്കുന്നത്. സന്തോഷത്തിൽ മെയിൻറ്റെയിൻ ചെയ്തത് വളരെ കുറവാണ്. അതങ്ങനെയാണ്. അല്ലാതെ അഭിവൃദ്ധി നേമത്തും കൊടുത്ത ആളുകളെ നോക്കേണ്ടി, ആ നേമത്ത് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? ആ നേമത്തിനനുസരിച്ച് പഠിച്ചവനെ പേടിച്ച് നിൽക്കുന്നവർ വളരെ കുറവാണ്. കാരണം വഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകൾ നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ് എന്നാണ്. അപ്പൊ മഹാന്മാരായ ആളുകള് ബസ്സിനെ ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ള കാരണം ഇതാണ്. അവിടെ ആത്മാവ് നഫ്സിനെന്തുണ്ട്? റോളുണ്ട്. നഫ്സ് എന്ത് ചെയ്യും? അവിടെ സജീവമാവും എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നഫ്സിന്റെ ഇഷ്ടത്തിന് നമ്മൾ നഫ്സിന്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം നമ്മളെ നഫ്സ് നമ്മളെ പരാജയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അത് മനസ്സിലാക്കാൻ നമ്മള് ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പല സമയത്തും നഫ്സിനെ കിട്ടായികയുണ്ട് നമുക്കറിയാം. എന്നാൽ ഫുള്ള് നഫ്സിന്റെ ഇഷ്ടത്തിന് നമ്മൾ വിധേയമാകണില്ല. കാരണം നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആത്മീയ റൂട്ട് കുറച്ച് മനസ്സിലാക്കണോണ്ട് നഫ്സിന്റെ റൂട്ട് എന്താ? ഫുള്ള് ഭക്ഷണം കഴിക്കുക, ഫുള്ള് കളിച്ച് രസിക്കുക, അല്ലേ, ഫുള്ള് കിടന്നുറങ്ങുക, വിനോദങ്ങൾ ഏർപ്പെടുക. ഇത് എന്നാൽ നമ്മൾ കുറച്ചൊക്കെ നഫ്സിന്റെ റോളിലേക്ക് നിന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഫുള്ള് നഫ്സിന്റെ റോളിലേക്ക് നമ്മൾ നിന്ന് കൊടുക്കില്ല. കാരണം നമ്മൾ ആത്മാവിനെ ഹയാത്താക്കണം പല കാര്യങ്ങളും. ആത്മാവിന് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ആത്മാവും കുറച്ചൊക്കെ ഹയാത്താകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നഫ്സിനെ കുറെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പിടിച്ചെടുക്കാനും കഴിയും. നേരെ വെച്ച് നഫ്സിന്റെ ഫുൾ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ, നഫ്സിന്റെ ഫുൾ സുഖം ഒരാൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂല എന്നുള്ളത്. നഫ്സിന്റെ ഫുൾ ടേസ്റ്റിലേക്ക് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യില്ല? ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. മഹാനാ ജുനൈദുൽ ബാഗ്ദാദിക്ക് യൂസഫ് ബിൻ ഹുസൈൻ റാസി എന്ന് പറയുന്ന ഹിജറ 304 മരണപ്പെട്ട മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. അവര് എപ്പോഴും കൊടുത്തിന ഉപദേശം ഇതാണ്. നഫ്സിനെ സ്ഫുടം ചെയ്യുന്ന വിഷയം എപ്പോഴും ശിഷ്യന്മാർക്ക് ഇതിങ്ങനെ കൊടുത്തിരുന്നു. അന്ന് അദ്ദേഹം മഹാനാ ജുനൈദുൽ ബാഗ്ദാദിക്ക് ഒരു കത്ത് എഴുതി. ആ കത്ത് എഴുതിയൊരു മെയിൻ കണ്ടന്റ് ഇതായിരുന്നു എന്നാണ്: നഫ്സിന്റെ സുഖം ഒരിക്കലും പൂർണ്ണമായും അറിയാൻ നിൽക്കരുത്. നഫ്സിന്റെ പൂർണ്ണമായ സുഖം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നഫ്സിന്റെ പൂർണ്ണമായ സുഖം നമ്മളെ എന്ത് ചെയ്യണില്ല? അനുഭവിക്കണില്ല. നഫ്സിന്റെ പൂർണ്ണമായ സുഖം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാരണം നമ്മൾ ആത്മാവ് കുറച്ചുകൂടെ ആത്മീയമായി പല ഭാഗത്തും ഇൽമും കാര്യം കേൾക്കുന്നതുകൊണ്ട് അത് തെറ്റാണ്, മോശമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതെന്ന് മനസ്സിലാകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നഫ്സിനനുസരിച്ച് നിൽക്കണ എന്ത് രസമാണ്. പഠിച്ചോ, നഫ്സിനനുസരിച്ച് നമുക്ക് അനുമതി നൽകണമെങ്കിൽ, അല്ലേ, എന്തെല്ലാം ഉണ്ട്. എല്ലാ തോന്നിയാവശ്യവും നഫ്സിനനുസരിച്ചല്ലേ ഉള്ളത്, അല്ലേ? അപ്പൊ നഫ്സിന്റെ സുഖം പൂർണ്ണമായി നമുക്ക് വിടുകയാണെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യില്ല? വിജയിക്കാൻ കഴിയില്ല. അപ്പൊ ഈ നഫ്സ് എപ്പോഴും നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കല് നമുക്ക് മാനസികമായ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത്. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നഫ്സോടെ നമുക്ക് എന്തെങ്കിലും നമ്മളെ പരാജയപ്പെടുത്താം. കാരണം അവിടെ നമ്മളെ വേഗം പിടിക്കാൻ കഴിയും. സങ്കടം ഉണ്ടെങ്കിൽ നഫ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും പരാജയപ്പെടുത്തുന്ന നഫ്സ്. അപ്പൊ നമ്മളെ ഏറ്റവും വലിയ ശത്രുവാണ് നഫ്സ് എന്ന് മനസ്സിലാക്കണം. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, നഫ്സ് ഒരിക്കലും അമ്മാറത്തും ബിസ്സൂ, നന്മോണ്ടല്ലാതെ ഒരു കൽപ്പന ആരും കൽപ്പിക്കൂല. നഫ്സ് കൽപ്പിക്കൂല.
നഫ്സ് നമ്മോട് ഇനി പിന്നെ സുബീക്ക് പള്ളിയേക്ക് പോയിക്കോ എന്ന് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും? ചതി ഉണ്ടാവും. ആത്മാവ് പറഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? ഹൈറുണ്ടാവും. നഫ്സ് സുബീക്ക് പള്ളിക്ക് പോയിക്കോണം എന്ന് പറഞ്ഞാല് പള്ളിക്ക് പോയിട്ട് വല്ല പിത്തന ഫസാദിനെ കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ലെ പോണ വയ്ക്കൽ ആറാമം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ ശരീരം നമുക്കിങ്ങനെ വിധേയമായി വളരെ സിമ്പിളായി വരുമ്പോ നഫ്സ് ആത്മീയമായിട്ട് കീഴ്പ്പെടുത്തണേ കുഴപ്പമില്ല. ആത്മാവിന് ഇഷ്ടമില്ലാതെ ശരീരത്തിന്റെ എനർജിയാണ് പോകാനും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. നഫ്സ് എപ്പോഴും തിന്മ കൊണ്ട് കൽപ്പിക്കൂ എന്നുള്ളതാണ് നഫ്സിക്ക്. അപ്പോ അതിനെ അതാണ് അതിനെ വിജയിപ്പിക്കുന്നവരാണ് വിജയം. അതുകൊണ്ട് സന്തോഷ സമയത്തിൽ എപ്പോഴും നഫ്സ് എന്ത് നമ്മൾ ഇടപെടുകയും നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു തആല അതുകൊണ്ട് ആരിഫ്യങ്ങൾ പസ്തിനെ നല്ലോണം ഭയപ്പെട്ടിരുന്നു. അള്ളാഹു തആല എല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും അനുസരിച്ച് നീങ്ങാനുള്ള തൗഫീഖും അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. നമ്മൾ പറഞ്ഞും കേട്ടും എല്ലാം അള്ളാഹു തആല സ്വാലിഹ് അമലാക്കി അള്ളാഹു തആല സ്വീകരിക്കട്ടെ.